നമസ്കാരം. ഞാനിന്നുള്ളത് തമിഴ്നാട് നീൽഗിരിസ് ഡിസ്ട്രിക്റ്റിലെ ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസം ഗൂഡല്ലൂർ പ്രദേശത്ത് കാട്ടാന ടൗണിലിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. ഗൂഡല്ലൂർ പ്രദേശത്തിലെ അതുപോലെ തന്നെ നീലഗിരിസ് ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നല്ല രീതിയിൽ വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നിരവധി എപ്പിസോഡുകൾ നമ്മൾ ഈ നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ ദേവർശോല, പന്തല്ലൂർ, അതുപോലെ തന്നെ അയ്യങ്കൊല്ലി, നെല്ലാക്കോട്ടை തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ഗൂഡല്ലൂരൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗൂഡല്ലൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്കൊക്കെ പോകുന്ന വഴിക്കുള്ള ഏറ്റവും വലിയ ടൗണാണ്. ഇവിടുന്നാണ് പിന്നെ നമ്മൾ ഊട്ടി ചുരമൊക്കെ കയറുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി ടൗണിൽ വലിയ രീതിയിലുള്ള ഭീതി വരുത്തി. വണ്ടികൾക്കൊക്കെ കാറിനിട്ടൊക്കെ തട്ടുന്ന സാഹചര്യം ഉണ്ടായി. പല വീടുകളുടെയും പുറകെ കൂടെയൊക്കെ പോയി കുറേ പരിഭ്രാന്തിയൊക്കെ സൃഷ്ടിച്ച് ഒടുവിൽ കാട് കയറിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. കുറേ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിന്ന് അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് തന്നെ നമ്മൾ നേരിട്ട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഗൂഡല്ലൂർ പ്രദേശത്തെ വന്യമൃഗ ശല്യവും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൈൽസ് റോഡ് പുഷ്പരിൻ്റെ കുറച്ച് താഴെ എത്തി. ആന എങ്ങോട്ടാ പോയത്? ഈ ടൈമിൽ 10 മണിക്കൂർ മെയിൻ റോഡിൽ പോയി. ഇത് പെട്ടെന്ന് ഇറങ്ങിയതാണ്. പഠിച്ചോനെ നമ്മളങ്ങനെ ആന ഇറങ്ങിയ ഒരു പ്രദേശത്ത് എത്തിയിരിക്കണം. ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയാൽ ഗൂഡല്ലൂർ ടൗണാണ്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂർ ടൗൺ തന്നെയാണിത്. ഈ ഒരു പ്രദേശത്ത് ഈ ഒരു വഴിക്കാണ് ആന പുഷ്പഗിരി ഹോസ്പിറ്റൽ മേലെയാണ്. അതല്ലേ? ഈ ഒരു വഴിക്ക് ഇവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ദൃശ്യത്തിലുള്ള കാട്ടാന കാറ് തകർക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടായത്. ഏതായാലും നമുക്ക് ഈ പ്രദേശത്തുള്ള ഒരു ചേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ പേര് നവരത്നം. ഓക്കെ. ഈ ഇവിടെ താഴെ ഇതാണ് പേര്. താഴെ എത്ര മണിയായപ്പോൾ ഇത് സംഭവം? ഒരു 10 മണിയാകുമ്പോൾ രാവിലെ. ഓ ഈ താഴെ നിന്ന് ഫസ്റ്റ് മൈൽ എന്ന സ്ഥലത്ത് അവിടുന്ന് ആന ഓടിച്ചോണ്ട് നോക്കിട്ട് വന്നു. ഇതിലേ വന്നു. അത് ഏതാ പോകണ്ടെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ വന്ന വരവില് ഇവിടെ ചങ്ങല പൊട്ടിച്ചു. ചങ്ങല പൊട്ടിച്ച് ഉള്ളിൽ കിടന്നു. അന്നേരം ഈ വണ്ടി ഇവിടെ ഉണ്ട്. ഈ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. ആന ഇതിൽ കൂടെ വന്നു. ഇതിൽ കൂടെ വന്നിട്ട് അതാ നോക്കി ആ കൊമ്പയിൽ കുത്തി
ഇവിടെ ആ ഭിത്തിയിൽ ഇത് ഭിത്തിയിൽ ഇതിൽ കുത്തിയിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് ഒറ്റ തട്ടാൻ നോക്കിയതാ. പിന്നെ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഇവിടെ വഴിയില്ല. പിന്നെ അവിടെ അതിലേ വന്നു. ഇവിടുന്ന് പോയി കാറിനെ ഒന്നും ചെയ്തില്ല. വന്ന വരവിൽ അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് വണ്ടി. ആ വണ്ടിന് ഒരു തട്ടിയപ്പോൾ ആ വണ്ടിയിലുള്ള പെണ്ണുങ്ങൾ ബോധം കിട്ടും. ആണ് അന്നേരം ഇങ്ങോട്ട് ഓടി, ഇവിടുന്ന് അങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് ഓടിയിട്ട് അവിടെ ആ ഈ പുതിയ വീട്ടില്ലേ, ഈ പുതിയ വീട് ഇതാ, ഈ വീടിന്റെ നേരെ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയിട്ട് ആ കൊള്ളിയിലേക്ക് ഇറങ്ങി. അങ്ങോട്ട് ഇറങ്ങി, ഈ കൊള്ളിയിലേക്ക് ഇറങ്ങി അതിലങ്ങനെ പോയി. അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ ഇത് എങ്ങനെയാ, എത്ര മണിയായപ്പോൾ എങ്ങനെ പിന്നെ തിരിച്ച് കാട്ടി കയറിയോ? കാട്ടി കയറിയില്ല, ഇതിൽ മൊത്തം വീടുകളാണ്. ഈ പരിസരത്ത് മൊത്തം വീടുകളാണ്. ടൗണാണ്, ടൗൺ ഏരിയ ആണ് ഇത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഈ പിന്നെ സെന്റ് തോമസ് സ്കൂളുണ്ട്, ആ പരിസരത്ത് അങ്ങനെ മുത്തമില്ല കിട്ടുന്ന സ്ഥലത്ത് പോയി അതിലേ വന്ന് ഇങ്ങനെ. ഇപ്പോൾ 2 മൈൽസ് ഉണ്ട്. ആണ് ഇപ്പം എവിടെയുണ്ട്? 2 മൈൽസ് അവിടെ ഉണ്ടോ? അവിടെ കാട്ടിക്കൂടെ ഉണ്ട്. അതിപ്പോ ഈ പ്രദേശത്തുണ്ട്. 2 മൈൽ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് കുറച്ച് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ഇറങ്ങാറുണ്ട്? ഇതില് പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മഴക്കാലത്ത് മഴ കഴിഞ്ഞപ്പോ ആ കൊള്ളിയില്ലേ എന്താ അവിടെ വാഴ ഉണ്ട്, അത് ആ കമുകിന്റെ അപ്പുറം ആ വാഴ വന്ന് നശിച്ചു പോയതാ. തിന്നിട്ട് പോയതാ. ഇത്രയും വീടുകളുള്ള സ്ഥലത്തൊക്കെ ടൗണിലൊക്കെ ഇറങ്ങാം. ഓവലി ഭാഗത്ത് ആണുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഗുഡലൂർ മൊത്തം പരിസരത്ത് മൊത്തം ആണുണ്ട്. മൊത്തം ബുദ്ധിമുട്ടല്ലേ? ആണ്. വന്ന് ഇറങ്ങിയിട്ട് വേറെ വീടുകൾക്കോ അങ്ങനെ എന്തെങ്കിലും വീടുകളൊന്നും ചെയ്യില്ല. പിന്നെ ടൗണിൽ മേലെ ഗവൺമെന്റ് സ്കൂളുണ്ട്, സെക്കൻഡറി സ്കൂള്. അവിടെ വന്നിട്ട് മതിൽ പൊളിച്ചിട്ട് അത് വേറെ കൂട്ടത്താണ്. രണ്ടെണ്ണം വന്നിട്ട് അത് മതിലൊക്കെ പൊളിച്ച് കൂടുതലുണ്ട്. അതെ. അത് വന്ന് മതിൽ പൊളിച്ച് സ്കൂൾ കോമ്പൗണ്ട് പൊളിച്ച് പിന്നെ താഴെ ഇറങ്ങിയിട്ട് ഒരു വീടും തകർത്തിട്ട് പോയി. ഇത് അടുത്ത് എവിടെയാ ഫോറസ്റ്റ് ഉള്ളത്? ഫോറസ്റ്റ് മുതുമല ഫോറസ്റ്റ് ഉണ്ട്. അത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? അത് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത്? അതെ. ഇതിൽ പറമ്പിൽ കൂടെ എല്ലാവരും സ്ഥലത്തു കൂടെ എല്ലാം പോകുന്നതാണ്. എല്ലാ പറമ്പിൽ കൂടെ വരുന്നുണ്ട്. അതെ. കുറെ ആണുണ്ട് ഈ ഭാഗത്തൊക്കെ. ബോവാലി ഭാഗത്തുണ്ട് ആണ്. അത് അതിലേതിൽ വരും. പിന്നെ വന്ന് അവിടെ കവുങ്ങ് പിന്നെ തെങ്ങ് വാഴ ഇതൊക്കെ കൃഷികളൊക്കെ നാശം ചെയ്തിട്ട് അതങ്ങനെ പോകും. രാത്രിക്കൊക്കെ പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടല്ല? അത് പറ്റൂല. നേരത്തെ വീട്ടിൽ വരണം. അതന്നെ. ഈ ഒരു പ്രദേശത്താണ് ആ ഒരു സംഭവം നടന്നത്. ഈ ഒരു റോഡിൽ ഇവിടെ വെച്ചിട്ടാണ് ആ കാറിനിട്ട് തട്ടിയത് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കയറി വന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ കൂടെ ഈ ആന പോയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ പോയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്നും പോയി എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ഒരു ദിവസം മുഴുവൻ ആന ഈ പ്രദേശത്തോടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഏതായാലും നമുക്ക് കിട്ടിയ വീഡിയോ ക്ലിപ്പുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഓനോ ഗൈസ് ഞാൻ റോട്ടിൽ കൂടി കയറും. ഫോണ് മേടിക്കണം. ആൾക്കാരോ பாருங்க, அவங்களும் அங்கே தான் நிற்கிறாங்க, அங்கே தான் போகும். அங்கிட்டு திரும்பிட்டாரு. ஐயோ பயந்துருச்சு അത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിജയ്. ഓക്കെ. ഇവിടെ ഇങ്ങനെ സ്ഥിരം ആന പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ? ഇവിടെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇവിടെ നല്ല എല്ലാ സ്ഥലത്തും ആന വരുന്നുണ്ട്. 6 മണി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പകല് തന്നെ എല്ലാം വരാൻ തുടങ്ങിക്കണേ. പക്ഷെ എന്താ നമ്മളെ സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച വന്നിക്കണേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക്
ഇവിടെ പണ്ട് വന്നിക്കണ് കഴിഞ്ഞ വർഷമൊക്കെ ജസ്റ്റ് ഈ മെയിൻ റോഡിൽ അങ്ങനെ നടന്നു പോയിക്കണ്. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോ 10 മണിക്ക് രാവിലെ ഒരു 5 മിനിറ്റ് മുമ്പാണ് ഞാൻ കടയിൽ പോയത്. അതിന്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് വൈഫ് കോൾ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ ആന വന്നു. ആരും ഇത് നോക്കിയിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല ഇത് വരുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത് ഇത് മേലെ കൂടെ വന്നത്. അപ്പൊ അത് ഫോറസ്റ്റുകാർ അങ്ങോട്ട് നിന്ന് ആറ്റി വിട്ടതെന്നാ പറയുന്നത്. അപ്പൊ അവര് കറക്റ്റായിട്ട് ഫോറസ്റ്റുകാർ ഇവിടെ നിന്നിട്ട് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവിടെ കുറച്ച് അറിയിപ്പ് കിട്ടിയില്ല. ഒരു അലേർട്ട് ആരെങ്കിലും ഒരാൾ നിന്നിട്ട് ഒരു അലേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മെയിൻ റോഡാണ്, ആക്ച്വലി ഒരു ബത്തേരി ഹൈവേ ആണ്. ഇതില് ഊട്ടി ടു ബത്തേരി ഹൈവേ ആണ് ഗൂഡല്ലൂർ കണക്ട് ചെയ്യുന്നത്. ഇതില് ആൾക്കാരും വണ്ടികളും കൂടുതൽ വരുന്ന റൂട്ടാണ്. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതിൽ നോക്കുമ്പോ അന്ന് വന്നിട്ട് സാറ്റർഡേ ആണ്, അതുകൊണ്ട് സ്കൂളില്ല. ഇല്ലെങ്കിൽ അത് സ്കൂൾ ഉണ്ടെങ്കിൽ ഇനിയും കുറച്ചും കൂടി ക്രൗഡ് ആയിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത് ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ എല്ലാ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവര് ഫസ്റ്റ് മൈലിൽ നിന്ന് തന്നെ ആനനെ വന്നിട്ട് അവര് ഓടിച്ചിട്ട് അങ്ങനെ ആട്ടിയിട്ട് വന്നിക്കണേ. അപ്പൊ ഇങ്ങോട്ട് ആരും അത് അവര് അറിയിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഒരു കാറ് വന്നപ്പോ അത് മേലെന്ന് താഴ്ന്ന് ഇറങ്ങിയതാ. ഇറങ്ങി കാറിൽ തട്ടിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോ അത് ഫുള്ള് അതായത് ദേഷ്യത്തിൽ അത് ഇറങ്ങി വന്നപ്പോ അതിക്ക് ഇങ്ങോട്ട് പോവാൻ വഴി അറിയാതെയാണ്. നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണ്, ഇത് നമ്മളെ വീടാണ്. ഞങ്ങളെ വീടാണ്. ഇതിന്റെ മേലെ വന്നിട്ട് ഈ ചുമരുമോ ഒരു തട്ടിക്കണ്. അത് തട്ടിയിട്ട് അങ്ങനെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ആ താഴെ ഇറങ്ങി കുഷ്മഗിരി പോയി. പിന്നെ അത് കുഷ്മഗിരിയിൽ നിന്ന് അങ്ങനെ മുത്തമ്മൽ നഗർ വൈകുന്നേരം വരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിട്ടാണ്. അത് പിന്നെയും ഇവിടെ ആണസത്തക്കോളി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മൈലിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിക്കുന്നത്. പല സ്ഥലത്തും അത് വന്നിട്ട് ഫുള്ള് അസംഭവം ചെയ്തിട്ടാ പോയിക്കണ്. അവിടെയും എന്തോ വണ്ടിനെ തട്ടിന്നാ പറഞ്ഞ്, അവിടെ ഒരു ബൈക്കിനെ തട്ടിക്കണ്. പിന്നെ എല്ലാരും വീട്ടിന്റെ ഇതിലൊക്കെ അതിന്റെ വീഡിയോ ഒക്കെ നിറയെ സ്പ്രെഡായി ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് വന്നതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്താലും ആ സമയത്ത് വന്ന് എല്ലാം ചെയ്തുതരാ പറയുന്നത് അവരെ. പക്ഷെ ആരും വന്നിട്ട് പിന്നെ ആരും നോക്കണില്ല. ഇതിനായിട്ട് ഒരു സൊല്യൂഷൻ ഇവിടെ കിട്ടുന്നേ ഇല്ല. എപ്പോ നോക്കിയാലും ആന വന്നിട്ടേ ഇരിക്കും. ആളുകൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോ ഇത് നോക്കി ഇത് ഇവിടെ 1/2 കിലോമീറ്ററേ ഉള്ളൂ, 500 മീറ്ററേ ഉള്ളൂ ടൗണിൽ പോകാൻ. ഇവിടെ എപ്പോഴും ആൾക്കാരും പോകുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പെട്ടെന്ന് അത് ആന വരും എന്ന് പറഞ്ഞപ്പോ ആർക്കും അത് വിശ്വസിച്ചിട്ടേ ഇല്ല. അത് അന്ന് ഇപ്പൊ ഇന്നലെ പല സ്ഥലത്തും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെയും കൂടി നോക്കുമ്പോ ഞങ്ങൾ കട അടച്ചിട്ട് 9 മണിക്ക് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടു. അത് നോക്കുമ്പോ എവിടെ ടൗണിലാണ്. ടൗണിൽ നിന്ന് ഒരു ബാക്ക് സൈഡ് ആണ് ഇവിടെയുണ്ട്. എല്ലാ ചുറ്റുവട്ടാറും ഫുൾ സൈഡ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ തൊറപ്പള്ളി ഫോറസ്റ്റ് അങ്ങനെ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോ മേലെ കോക്കാൾമല ആ ഫോറസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ ചുറ്റി ഫുള്ള് ഉണ്ട്, ആനകളുണ്ട്. അപ്പൊ ടൗണിൽ തന്നെ ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റില്ല, എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. സേഫ്റ്റി ഇല്ല. എപ്പോ എന്ത് വരുന്നേ നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇല്ലത്. 10 മണി കുട്ടികളൊക്കെ സ്കൂളിൽ പോണ സമയമാണ്. അന്ന് സാറ്റർഡേ ആയതുകൊണ്ട്, ശനിയാഴ്ച ആയതുകൊണ്ട് അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരുന്നു. ഇല്ലെങ്കിൽ നല്ല തിരക്കുള്ള സമയത്താണ് ആ ടൈം. ഞങ്ങളും എപ്പോഴും ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും, കളിക്കാനൊക്കെ ഇങ്ങോട്ട് ഇടുന്നതാണ്. ഇപ്പൊക്കെ പേടിയാ. ഇപ്പൊ നമ്മൾ തന്നെ 9 മണിക്ക് രാത്രിയോ എപ്പോ നോക്കി വരുമ്പോ ഒന്ന് ജസ്റ്റ് ഒരു ഇതിൽ അലേർട്ടിലാ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നെ എവിടെ നിന്ന് വരുവോ അങ്ങനത്തെ ഒരു പേടിയിലാ ഞങ്ങൾ വരുന്നത്. ഇവിടെയാണ് ഇറങ്ങിയത്. അത് പെട്ടെന്ന് ഇറങ്ങിയപ്പോ ആ ബൈക്ക് തട്ടിയതാണ്. ആ മരത്തിന്റെ അടുത്താണ് അവിടെ ഇറങ്ങിയല്ലേ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു വിഷ്വലൊക്കെ പകർത്തിയിരിക്കുന്നത് ഈ CCTVയിലാണ്. ഇവിടുന്ന് ആന നേരെ ഈ ഒരു ഭാഗത്ത്, ഇവിടെ താഴെ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു വീടുകളൊക്കെ ഉള്ള ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്തോടെയൊക്കെ ഇറങ്ങി അപ്പുറത്ത് വീടുകളുള്ള ആ പ്രദേശത്തേക്കാണ് പോയത്. ഇവിടെ വെച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന അടുത്ത വിഷ്വലുകളൊക്കെ നടന്നിരിക്കുന്നത്. ഏതായാലും ഞാൻ ആ ഒരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട്. നമുക്ക് അതാ അവര് വീട്ടില് ஆமா அவரு காமிச்சு அப்படியே போகும். எங்க போக அதுதான் பிரச்சனை. அது போறக்கு வழி இல்லை. இல்லைன்னா அது போயிடும்.
முடியல. ஐயோ அங்கெல்லாம் அவங்களுக்கு தெரியுமா தெரியலையே. ஸ்கூல் இருக்கு இன்னைக்கு, அந்த ஸ்கூலு. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ പ്രദേശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. ഈ ഒരു പ്രദേശത്തും കൂടെ ഇതുപോലെ വീടുകൾ തിങ്ങി പാർക്കുന്ന പ്രദേശത്തോടെയാണ് കേട്ടോ ആന പോയിരിക്കുന്നത്. ഈ വഴി കൂടെയൊക്കെ ആന പോയതാണെന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒന്നും വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ നിന്ന് തൊട്ട് താഴെ ഈ കാണുന്ന വഴി കൂടെയൊക്കെ ആന കയറി ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു സ്ഥലം ഇതാ ഈ കാണുന്നതാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതിലൊക്കെ ആന കയറി പോയിട്ടുണ്ട്. ഇതിലിങ്ങനെ പോയി ഈ പറമ്പിൽ കൂടെയാണ് ആന കയറി പോയത്. അതിനുശേഷം ഇവിടെയുള്ള പല വീടുകളുടെയും പുറകെ കൂടെയൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഗൂഡല്ലൂർ പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. വളരെ ഭീകരമാണ് അവസ്ഥ. പട്ടാപ്പകൽ 10 മണിയായപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാന ഈ ഒരു ടൗണിൽ കൂടെ വന്നത്. കാറിനിട്ട് തട്ടി, ഒരു ബൈക്കുകാരനിട്ട് തട്ടി എന്ന് പറഞ്ഞു. ഇതൊക്കെ മെയിൻ റോഡാണ്. ഊട്ടിക്ക് പോകുന്ന ആളുകളും അതുപോലെ മാത്രമല്ല നിറയെ ജനങ്ങൾ. വലിയൊരു ടൗണാണ്. സുൽത്താൻ പോലെയൊക്കെയുള്ള വലിയൊരു ടൗണാണിത്. ഇവിടെ ഇത്തരത്തിൽ പകലൊക്കെ കാട്ടാന ഇറങ്ങി ഇതുപോലെ എന്താ പറയുക നാശനഷ്ടം ഉണ്ടാക്കുക അല്ലെങ്കിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ്. മാത്രമല്ല ആളുകൾ താമസിക്കുന്നതും ഒത്തിരി സഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശം എന്നതിലുപരി എന്താ പറയുക, ഇവിടെ അടുത്തൊന്നും ഫോറസ്റ്റില്ല. ഫോറസ്റ്റ് ഇവിടെ അടുത്തുള്ളത് ഒരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് മുതുമല ഫോറസ്റ്റ്. അവിടുന്ന് പല ആളുകളുടെ പറമ്പിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി ഇവിടെ എത്തുവാണ് ആന. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. അതായത് ഫോറസ്റ്റ് അടുത്തൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ആനയുടെ ശല്യം ഇതാണെങ്കിൽ അപ്പോൾ ഫോറസ്റ്റ് അടുത്തുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് നമുക്ക് ഊഹിച്ചാൽ മതി. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വലിയ പരിഭ്രാന്തിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ഏതായാലും കാട്ടാന ഇപ്പോഴും ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്ത് ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ആന ഇവിടുന്ന് പോയിട്ടൊന്നുമില്ല. രാത്രി സമയങ്ങളിലൊക്കെ ഈ ടൗണിലൊക്കെ പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേൾക്കാം എന്ന് ഇവരൊക്കെ പറഞ്ഞു. കാരണം ഇത്ര വലിയൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇറങ്ങുന്നൊന്നും എല്ലാവരും അറിയണമെന്നില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് ഗൂഡല്ലൂർ നിവാസികളുള്ളത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. താങ്ക് യു.